നമസ്കാരം. കുറച്ച് ദിവസമായല്ലോ നമ്മൾ നേരിട്ട് കണ്ടിട്ട്. അത് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ചരിത്രപരമായിട്ടുള്ള വീഡിയോകളോ ജാതിപരമായിട്ടുള്ള വീഡിയോകളും ചെയ്യാറില്ല. പക്ഷെ ഫെസ്റ്റിവലിന്റെ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു യാത്രയിലാണ് നമ്മൾ. കേരളത്തിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ഹൈദരാബാദിലേക്കുള്ള യാത്രയാണ്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ വളരെ ഹൈ ചാർജാണ്. അപ്പൊ അങ്ങനെ ബസ്സിനാണ് യാത്ര ചെയ്യുന്നത്. 7 ഹിൽസിന്റെ ബസ്സാണ്. നല്ല കംഫർട്ടബിൾ ആണ്. കോയമ്പത്തൂർ വന്നിട്ടാണ് കയറിയത്. ഇപ്പോൾ ഇവിടെ കാറ് നമ്മൾ ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടു. ഇവിടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിനു മുമ്പ് പഴയ വീഡിയോകൾക്കൊക്കെ ചില കമന്റുകളൊക്കെ കണ്ടു. അപ്പൊ ആ വീഡിയോകൾക്കൊക്കെ പഴയത് 1 വർഷം മുമ്പൊക്കെ ഉള്ള വീഡിയോകളാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു ഹിസ്റ്റോറിയൻ അല്ല, ഒരു ചരിത്രം അറിയാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥി മാത്രമാണ്. അതാണ് എനിക്ക് കിട്ടുന്ന അറിവുകൾ, അല്ലെങ്കിൽ ഞാൻ എന്തിനോടെങ്കിലും കൗതുകം തോന്നുമ്പോൾ അത് ഗവേഷണം നടത്തി കിട്ടുന്ന വിവരങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പൊ അതിന് ആധികാരികമായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായങ്ങളല്ല അത് നൽകുന്നത്. അതിന് ഞാനൊരു റെഫറൻസ് കൊടുക്കാറുണ്ട്, ഒരു സോഴ്സ് കൊടുക്കാറുണ്ട്. ആ സോഴ്സാണ് നിങ്ങൾക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. ഫർദർ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ കണ്ണമ്പറയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ, അതിനോട് എന്താ കണ്ണമ്പറയുടെ യഥാർത്ഥ പേര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ആധികാരികമായിട്ടുള്ള പേരുകളൊന്നും എനിക്ക് കിട്ടിയില്ല. ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന്റെ നാട് എന്നൊക്കെ കണ്ണാന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ കണ്ടു. അതിനൊന്നും ആധികാരികത കാണാത്തോണ്ടാണ് ഞാൻ അതിനൊന്നും മറുപടി തരാത്തത്. പിന്നെ തിരുവിതാംകൂറിനെ കുറിച്ചിട്ട് ചിലത് പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വീഡിയോ കണ്ടിരുന്നു. എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ശരി തോന്നുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. പല കമന്റുകളും അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടൊക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം. അതായത് ഞാനൊരു ചരിത്രകാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ എടുക്കേണ്ട ഞാൻ കണ്ടെത്തിയ വിവരങ്ങൾ, അതിന് ആധികാരികത ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജാതിപരമായിട്ടുള്ള വീഡിയോസ് ഇനി അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് അക്കാഡമിക് ഇൻട്രസ്റ്റിൽ എടുക്കുന്നതിന് പകരം അതൊക്കെ ജാതി സ്പർദ്ധയ്ക്ക് വേണ്ടി പരസ്പരം തെറി വിളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജാതിയോ മതത്തിനെയോ അതിന്റെ ഉദ്ദേശിച്ചിട്ടല്ല. അതൊരു ഞാൻ പറഞ്ഞാൽ ആവർത്തിച്ച് പറയാണ്, അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഇടുന്നതാണത്. കാണുന്ന കാര്യങ്ങൾ നമുക്ക് സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇടുന്നത്. അതിനെ ഒരുപാട് നമ്മൾ ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇതൊന്നും കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഇന്നത്തെ ഹൈദരാബാദ് വിശേഷങ്ങളാണ് നമ്മൾ ഇതിൽ പങ്കുവെക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ 3 ദിവസത്തെ പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വഴിയെ പറഞ്ഞുതരാം. കുറച്ചും കൂടി കൗതുകമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ചരിത്രപരമായിട്ടുള്ളത് അതും ആ വീഡിയോ നൽകാം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പരിമിതികൾ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇത് അടയാർ ആനന്ദഭവൻ ഹോട്ടലാണ്. ഇതിന്റെ മുമ്പിലാണ് ഞങ്ങൾക്ക് ബോർഡിംഗ് പോയിന്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ടൗണിൻ്റെ അടുത്ത് തന്നെ, ഗാന്ധിപുരത്തിന്റെ അടുത്തുള്ളതാണ്. ഭക്ഷണം ഓർഡർ ചെയ്തു. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു മിനി ലഞ്ച്, തൈര് സാദം, വെജിറ്റബിൾ ബിരിയാണി, പിന്നെ ഇതെന്തോ ഒരു സാധനം, പിന്നെ പപ്പടം, പിന്നെ ഒരു കേസരി, പിന്നെ ഒരു കറി, ഒരു അച്ചാറ്, അത്രയും സാധനങ്ങളാണ് മിനി ലഞ്ചിൽ വന്നിട്ടുള്ളത്. ബസ് വന്നു. ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് ബസ്സിൻ്റെ ഉൾവശം. ഡബിൾ ഡെക്കറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പർ ബസ്സാണ്. 7 ഹിൽസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇതാണ് എൻ്റെ സീറ്റ്. ഇതിലേ ഈ ബസ്സിലേ ഇതൊരു ബസ്സിലേ ഉണ്ടോ, ഇവിടെ ഒരു വെന്റിലേഷൻ ഉണ്ട്, കൊടുത്തിട്ടുണ്ട് AC-യുടെ. അതുപോലെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഫോണ് വെക്കാനുള്ള ഒരു ചാർജർ ഇതുണ്ട്. പിന്നെ ചാർജറും ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ചാർജ് ചെയ്യാൻ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കംഫർട്ടബിൾ ആണ്. ഒരു ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു തലേനാട് പോലെ സാധനമുണ്ട്, ചാരി ഇരിക്കാൻ കേട്ടോ. ഇവിടെ സീറ്റിനൊരു ഇതൊക്കെ ഇതിന്റെ മുകളിൽ കയറി എടുക്കുമ്പോൾ ചെറുതുണ്ട് കേട്ടോ.
ഒരു ചാരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ എന്താ ഇതിനൊരു ഡ്രോബാക്ക് വെച്ചാൽ ഇതിൻ്റെ സീറ്റ് ഞാൻ കുറച്ച് ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഇതിൽ നമുക്ക് നീളം തികയണില്ല. നമ്മൾ ട്രെയിനിൽ സൈഡ് ബർത്ത് കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും, അതേ അനുഭവം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ബ്ലാങ്കറ്റൊക്കെ ഉണ്ട്, ബാക്കിയെല്ലാം കംഫർട്ടബിൾ തന്നെ. ബസ് പുറപ്പെട്ടു, വെള്ള ലൈറ്റൊക്കെ ഓഫാക്കി ബസ്സിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതിലുള്ള വീഡിയോ അങ്ങനെ എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല, അത് ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ ഏകദേശം ഈ റോഡിൻ്റെ അടുത്താണ് തോന്നുന്നില്ല സ്ഥലം. ഈ റോഡിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. പുറത്തുള്ള കെട്ടിടങ്ങൾ, സിറ്റി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും യാത്ര എന്ന് പറയുന്നത് ഒരു സുഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് പൊതുവേ യാത്ര ഇഷ്ടമാണ്. പിന്നെ ഇന്ത്യയിൽ ഒട്ടുമുക്കാലും സ്റ്റേറ്റുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അതിലൊരു 12 സ്റ്റേറ്റോളം ഞാൻ ജോലി ചെയ്തിട്ടുള്ളവയാണ്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് അത് അധികം ട്രെയിനിലും ബസ്സിൽ തന്നെയാണ്. ബസ്സിൽ എനിക്ക് യാത്രയ്ക്ക് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ബസ്സിൽ ഈ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഈ ടോയ്ലറ്റ് ഇല്ലാത്ത ബസ്സുകളാകുമ്പോൾ അവർ നിർത്തുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ കഴിയൂ. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ മൂഡ് അനുസരിച്ചിട്ടുണ്ടാവും. നല്ല ബസ്സുകളൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് അവർ നല്ല വൃത്തിയുള്ള നല്ല സ്ഥലങ്ങളിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുപോയി നിർത്തുക. അപ്പം അതനുസരിച്ചിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ യാത്രകളിൽ ഈ ബസ്സുകളിലത്തെ ഡ്രൈവർ ഇതൊക്കെ കണക്കാക്കി, അപ്പോൾ ചിലപ്പോൾ വെള്ളമൊന്നും അധികം കുടിക്കാതെ യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് പതിവ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ലോങ് റൈഡൊക്കെ വരുമ്പോൾ അത് ഓരോരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാവേരിയാണ് ഈ റോഡെത്തി, അതാണ് ഈ റോഡിൻ്റെ ആ ഭാഗമാണ് ഈ കാണുന്നത്. ഈ നദിയിലെ ജലത്തെ സംബന്ധിച്ചിട്ടാണ് ഒരുപാട് കാലം തമിഴ്നാടും കർണാടകയായിട്ട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ വളരെയധികം രക്തച്ചൊരിച്ചിലുകൾക്ക് ഇടയാക്കിയ കാവേരി നദി, അതൊരു പലപ്പോഴും അതിൽ നടന്നിട്ടുള്ള അനിഷ്ട സംഭവങ്ങളെ കുറിച്ചൊക്കെ പലർക്കും ഓർക്കാൻ തന്നെ ഭയമാണ്. കാരണം മനുഷ്യനെ ജീവനോടെ ലോറിയിലൊക്കെ ഇട്ട് കത്തിച്ചിരുന്നു. അതെനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അവിടെ എന്താണ് ഏതാണെന്നും അറിയാതെ വരുന്ന പാവങ്ങളെ ഡ്രൈവർമാരെയൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് കത്തിക്കുക, ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. ഈ മനുഷ്യരെന്ത് വെള്ളത്തിന്റെ പ്രശ്നത്തിന്റെയാണ്. അത് ചില രാഷ്ട്രീയമായ പ്രശ്നങ്ങളായിരുന്നു അന്നൊക്കെ, ആ കാലത്തൊക്കെ ഉണ്ടായി. ഇപ്പൊ എന്തായാലും രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. തൽക്കാലം പ്രശ്നങ്ങളില്ല. ഓരോരുത്തരും രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്യുന്ന ചില നടപടികളിൽ പൊലിയുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ ഒന്നും അറിയാത്ത പാവങ്ങളുടെ ജീവനാണ്. എന്തായാലും ഈ റോഡ് കഴിഞ്ഞ് അടുത്തത് സേലമാണ് വരുന്നത്. പിന്നെ ഞാൻ യാത്രത്തിന്റെ വേറെ കുറെ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ്. അതിപ്പോൾ ആ സന്ദർഭത്തിൽ ഉപയോഗിക്കുകയാണ്. ഞാൻ ആദ്യത്തെ മുഖവരിയിൽ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ജാതി അല്ലെങ്കിൽ നിങ്ങൾക്കോ നമുക്കൊക്കെ എല്ലാവർക്കും ജാതി ഉണ്ടാവും, മതം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിനൊക്കെ വിശ്വസിച്ചോളൂ. പക്ഷെ അതിനൊക്കെ ഒരു മനുഷ്യനെ കാണുമ്പോൾ അതിനതീതമായി പരസ്പരം സ്നേഹിക്കാനൊക്കെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. എല്ലാവരും മനുഷ്യരായി കാണുക. നമ്മളൊക്കെ മലയാളികളാണ്, ഭാരതീയരാണ്. അതിനൊക്കെ സർവോപരി ലോകത്തിലെ ഗ്ലോബൽ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാവരും ഒരു കണ്ണില് മനുഷ്യനായി കാണുന്ന ഒരു കാലം. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കായിരുന്നു അല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ ഒഴിവാക്കാം. യാത്രയിൽ പൊതുവെ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. ഇപ്പൊ ഏകദേശം വൈകിട്ട് ഒരു 8 മണി കഴിഞ്ഞിട്ടോ. നമ്മൾ കയറിയത് വൈകിട്ട് 3:15 3:15 എന്ന് പറഞ്ഞാലും 3:30 ബസ് വന്നത്. 3:30 നമ്മൾ അവിടുന്ന് കയറിയത്. ഇനിയിപ്പോ ഡിന്നറിന്റെ സമയം എവിടെയാണ് ഇവർ നിർത്തുന്നത്
നോക്കിയിരിക്കുകയാണ്. രാത്രിയിലായതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളൊന്നും വ്യക്തമല്ല. പിന്നെ ലൈറ്റിൽ കാണുന്ന സ്ഥലങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഇത് സേലം കഴിഞ്ഞ് ധർമ്മപുരിക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്കുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമായി. ശരവണ ഭവൻ ഹോട്ടലിന്റെ മുന്നിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇവിടുന്നാണ് ഭക്ഷണം, അതായത് ഡിന്നർ. ഭക്ഷണമൊക്കെ നന്നായിരുന്നു, നല്ല ബില്ലും ആയിരുന്നു. ഇതാണ് നമ്മൾ വന്ന ബസ്. ഇനി കയറി ഒന്ന് ഉറങ്ങണം. വെള്ളമൊന്നും അധികം കുടിക്കുന്നില്ല, കാരണം ഡ്രൈവറും കിളിയൊക്കെ കുറച്ച് റഫായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ലോണം ഒന്ന് ഉറങ്ങി. അതിൻ്റെ ഇടയിൽ ബാംഗ്ലൂരാണെന്ന് തോന്നുന്നു, ബാംഗ്ലൂർ എത്തിയെന്ന് തോന്നുന്നു. ഏകദേശം വഴിയൊക്കെ കാണുമ്പോൾ ഏകദേശം ബാംഗ്ലൂരിൻ്റെ പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഇവിടെ അവർക്ക് സ്റ്റോപ്പ് ഉണ്ട്. ബാംഗ്ലൂർ സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് യാത്ര. നഗരം അത് ഉറങ്ങാത്ത നഗരമാണ് ഈ ബാംഗ്ലൂര്. എപ്പോഴും ആൾക്കാരുണ്ട്. IT സിറ്റി ആണല്ലോ, അതുകൊണ്ട് ഏത് പാതിരാത്രിക്ക് ആൾക്കാർ വന്നിറങ്ങും. ഇതൊക്കെ ബസ് കാത്ത് നിൽക്കുന്നവരാണ്. ഇവിടെയാണ് തോന്നുന്നു ബസ്സുകൾ വന്ന് അവിടുന്ന് ആൾക്കാരെടുക്കുന്നതും പോകുന്നതും ഒക്കെ. സിറ്റിയുടെ ഭാഗമാണ് ഈ കാണുന്നത്. ഇതൊക്കെ അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്, ബാംഗ്ലൂർ സിറ്റിയുടെ ഓരോ ഭാഗങ്ങളാണ്. ഇനി വീണ്ടും ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേൽക്കുകയുള്ളൂ. ഇത് ഇവരുടെ ട്രാവൽ ഓഫീസാണ്. ഇവരുടെ ആൾക്കാരൊക്കെ ഇവിടുന്ന് കയറാനായിട്ട് തോന്നുന്നു. അതാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇതാണ് ബാംഗ്ലൂർ ഉള്ള അവരുടെ ലോഡിങ് ആൻഡ് ഡ്രോപ്പിംഗ് പോയിന്റ്. ബാംഗ്ലൂർ സിറ്റി യാത്രയ്ക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ബാംഗ്ലൂർ ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കാറൊക്കെ എടുത്തിട്ട് വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ബസ്സിൽ വരുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് സിറ്റിയുടെ ഉള്ളിൽ കൂടെയൊക്കെ പോകാൻ പറ്റും. വളരെ മനോഹരമാണ് ബാംഗ്ലൂർ സിറ്റി. വളരെയധികം വികസിച്ച ഒരു നഗരമാണ്. ഒരു IT നഗരമാണല്ലോ ബാംഗ്ലൂർ. പിന്നെ രണ്ടാം സ്ഥാനമാണ് ഹൈദരാബാദിനുള്ളത്. അത് ഒന്നാം സ്ഥാനം ആക്രമിച്ചിട്ട് ചന്ദ്രബാബു നായിഡു ഒക്കെ ശ്രമിച്ചിരുന്നു. പിന്നെ തെലങ്കാന വേറെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിപ്പോയില്ലേ, അപ്പൊ അതിൻ്റെയാണ്. ഇതാണ് ബാംഗ്ലൂര്. രാത്രി എല്ലാവരും ഉറക്കമാണ്. നല്ല പാസഞ്ചേഴ്സൊക്കെ മൊത്തം ഉറക്കമാണ്. ഇപ്പോൾ എല്ലാ നഗരങ്ങളുടെ പോലെ തന്നെ നൈറ്റ് ലൈഫൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ബാംഗ്ലൂര്. മഴ ചാറുന്നുണ്ട്, ചിലയിടത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ എനിക്ക് അത്ര മഴ ഫീൽ ചെയ്തില്ല. ഈ ധർമ്മപുരി കഴിഞ്ഞപ്പോഴാണ് മഴയൊക്കെ തുടങ്ങിയത്. ബാംഗ്ലൂരൊക്കെ നല്ല മഴയുണ്ട്. വണ്ടി ഭാരത് ബെൻസിന്റെ ആണ്. AC ഒക്കെ നല്ല പവർഫുൾ ആയിരുന്നു. നമ്മള് മഴ പെയ്യുന്നോണ്ട് ഇപ്പൊ അത്ര അറിയുന്നില്ല. എന്നാലും ഞാൻ ഉറക്കം വന്ന് ഒന്നുകൂടി ഉറങ്ങാണ്. നീ രാവിലെ കാണാം. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. രാത്രിക്ക് കാര്യമായി പിന്നീട് അവര് എവിടെ നിർത്തിയതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഡ്രൈവറും ക്ലീനറും അത്ര ഒരു ഇതായിട്ട് തോന്നില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. ഒരു വണ്ടി നന്നായിട്ട് തന്നെ ആ ടൈമിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാടങ്ങളാണ്, നെൽപ്പാടങ്ങളാണ് കൂടുതലും. ഹൈദരാബാദിന്റെ അടുത്തേക്ക് എത്തി അതിന്റെ പ്രാന്തപ്രദേശങ്ങളാണ്. ഇതാണ് നമ്മൾ സിറ്റിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ സിറ്റിയാണ് ഹൈദരാബാദ്. ഹൈദരാബാദിൽ ഞാൻ 26 വർഷം മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുടപ്പള്ളി, അതുപോലെ ദിൽഖുഷ് നഗർ, ഈ ഭാഗത്തേക്കൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് കണ്ട സിറ്റിയേക്കാളും വളരെ വലിയൊരു സിറ്റി ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്.
ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല, സ്ഥലങ്ങളെ കുറിച്ചും മറ്റതൊന്നും വ്യക്തം ഒരു ഐഡിയ ഇല്ല. പിന്നെ പുതിയ പുതിയ റോഡുകളൊക്കെ വന്ന് വളരെയധികം വികസനം നടന്നുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ തെലങ്കാന സ്റ്റേറ്റ് ആയതോടുകൂടി അവർ കുറച്ചും കൂടി കൂടുതലായിട്ട് ചെറിയ സ്ഥലങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നില്ല. മറ്റേത് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സ്റ്റേറ്റാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് പോകേണ്ടത് ലക്കിടി കപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടേക്ക് ഇവരുടെ തന്നെ വേറെ ബസ് വരും അവിടേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അത് കാത്തു നിൽക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ കാത്ത് നിന്നു കേട്ടോ അവിടെ. അതിന് ശേഷമാണ് ബസ് വന്നത്. ആ ബസ്സിലാണ് ഇപ്പോൾ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇതാണ് സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ കാണിക്കാൻ നമ്മൾ വിശദമായിട്ട് സിറ്റി കാണിക്കുന്നുണ്ട്. വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും സിറ്റി കാണുമ്പോൾ ഒരു ബോർഡ് ഉണ്ടാവും. വരാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാഴ്ച എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുന്നത് കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ചില പരിമിതികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇതാണ് അന്നിറങ്ങിയ സ്ഥലത്തിന്റെ പേര് രാജേന്ദ്ര നഗർ എന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഇട്ട് തോന്നുന്നു അതിൻ്റെ ഉള്ളിലേക്ക്. അവിടെയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. നഗരം മനോഹരമാണ്, നല്ല തിരക്കായി. ഏകദേശം 9:30-10 മണിയായി കഴിഞ്ഞു. പിന്നെ ഹൈദരാബാദിൽ പണ്ട് മെട്രോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം മെട്രോ ഒക്കെ ആയി. ഞാൻ പറഞ്ഞല്ലോ വളരെയധികം വികസനം ഉള്ള ഒരു സ്ഥലമാണ് ഹൈദരാബാദ്. പക്ഷെ അവരുടെ കൾച്ചർ ആ പഴയ കൾച്ചർ തന്നെയാണ്. ഇവിടെയാണ് നമുക്ക് ഹോട്ടൽ, ഇതേ ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സിറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള ഹോട്ടലാണ്. ഇതാണ് ഇതിൻ്റെ പരിസരമൊക്കെ. 3 സ്റ്റാർ ഹോട്ടലാണ്. റിസപ്ഷൻ. മുറിയുടെ ഉള്ളിൽ വന്നിട്ടാണ് നമ്മളിത് എടുക്കുന്നത്, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. ഇവിടെ ഇതിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ്റെ ഒരു എന്താ പറയുക ഇവിടുത്തെ ഒരു ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറി വന്നാൽ ഒരു കബോർഡ് ഉണ്ട്. ഈ കബോർഡിൻ്റെ ഉള്ളിൽ ലോക്കറുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വിലപിടിപ്പുള്ളതൊക്കെ വേണമെങ്കിൽ അതിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പോകാം, പുറത്തേക്ക് പോയിട്ട് വരാം. ഇതാണ് പറയുന്നത്. പിന്നെ ഞങ്ങളൊരു പാക്കേജ് ടൂറായിട്ടാണ് വന്നത്. കാരണം ഇതുവരെ ഞങ്ങൾ വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പാക്കേജ് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. ഭക്ഷണമൊക്കെ നമ്മളുടെ ചിലവ് തന്നെയാണ്. അപ്പം അവർ ബുക്ക് ചെയ്തതാണ് ഈ റൂം. ഇതൊരു ഡീലക്സ് റൂമാണ്. ഇതാണ് കാഴ്ചകൾ. ഇത് എന്താണ് ബാത്റൂമാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉൾഭാഗമൊന്നും കാണിക്കാത്തത്. പിന്നെ 2 സിംഗിൾ ബെഡ് ചേർത്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കെറ്റില് തന്നിട്ടുണ്ട്. അതായത് ഈ കെറ്റിലുണ്ട്, ഒരു ചായക്ക് വേണ്ട എല്ലാം ഉണ്ട്. വെള്ളം ഒരു കുപ്പി വെച്ചിട്ടുണ്ട്, പഞ്ചസാര, പിന്നെ കാപ്പിപ്പൊടി, ചായപ്പൊടി ഒക്കെ ഉണ്ട്. അവിടെ ആണെങ്കിൽ ചായ ഉണ്ടാക്കി കുടിക്കാം. അതാണ് റൂമിൻ്റെ. ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. റൂമിൻ്റെ സെൻട്രലൈസ്ഡ് AC ആണ്. റിമോട്ട് ഇല്ല. പിന്നെ ബോർഡിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാം. ഇവിടെ കണ്ണാടികളുണ്ട്. ഇത് ഹൈദരാബാദിൻ്റെ ഒരു മുഖമുദ്രയാണ് ഇത്തരത്തിലെ കണ്ണാടികൾ. പിന്നെ പുറത്തേക്ക് ഒരു വ്യൂ ഉണ്ട്. ഈ കർട്ടൻ 2 പുറം നീക്കിയാൽ നഗരം നന്നായി കാണാം. നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് ഇവിടെ, നഗരം കാണാം. പിന്നെ നമ്മളിനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ നമ്മൾ എത്തിയപ്പോഴേക്കും 11:30 കഴിഞ്ഞിരുന്നു. ഇവിടുന്ന് കിട്ടിയതാണ് ഇത്. തൈര് സാധമാണ്, വേറെ ഓപ്ഷൻ ഒന്നും കണ്ടില്ല. പിന്നെ ബിരിയാണിയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. തൈര് സാധം നന്നായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് നമ്മുടെ ഹൈദരാബാദ് ചുറ്റി കാണാനുള്ള ടെമ്പോ ട്രാവലർ വന്നു. ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. എല്ലാവരും ഇത് മറക്കാതെ കാണുമല്ലോ.